അപകടത്തിൽ ബസ് ഡ്രൈവർ തമിഴ്നാട് തെങ്കാശി സ്വദേശി പാൽപാണ്ടിയെ കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റതിനാൽ ഇയാളെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചു. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ, വലിയ അപകടമാണ്, 11 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈവർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. എങ്ങനെയാണിത് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാനാകുന്നത്? അമിത വേഗത്തിലായിരുന്നു? സ്മൃതി, അങ്ങനെ തന്നെയാണ് സംശയിക്കുന്നത്. അതായത് ബസ് അമിത വേഗതയിൽ സഞ്ചരിക്കുകയും അതിനിടയിൽ ഈ സിഗ്നലിൽ ചുവപ്പ് ലൈറ്റ് കത്തിയപ്പോൾ പെട്ടെന്ന് അവിടെ നിർത്താൻ ബസ് ശ്രമിക്കുകയുമായിരുന്നു. അപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ചില ദൃക്സാക്ഷികളടക്കം പറയുന്നത്. ഈ സിഗ്നലിൽ സിഗ്നൽ കാത്തു കിടക്കുകയായിരുന്ന ബൈക്ക് യാത്രക്കാരൻ്റെ മുകളിലേക്കാണ് ഈ ബസ് മറിഞ്ഞത്. മാത്രവുമല്ല, ഈ ബസ് മറിഞ്ഞതിന് പിന്നാലെ ബസ് റോഡിന് കുറുകെയായി കിടക്കുകയും ചെയ്തു. അത്തരത്തിലാണ് ഈ അപകടം ഉണ്ടായത്. ഈ മറിയുന്നതിനിടയിൽ തന്നെ ഈ സിഗ്നൽ ലൈറ്റിൽ ഇടിക്കുകയും ഈ തൊട്ടടുത്തുള്ള ഡിവൈഡറിലടക്കം ഇടിക്കുകയും ചെയ്തു എന്നും ചില പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ പോലീസ് ഈ ബസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തമിഴ്നാട് തെങ്കാശി സ്വദേശിയായ പാൽപാണ്ടിയെയാണ് ഈ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാൾക്കും ചെറിയ പരിക്കുകളുണ്ട്. ഇയാളെ ഇപ്പോൾ ലക്ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇയാൾക്ക് ചികിത്സ നൽകിയ ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും എന്താണ് ഈ അപകട കാരണം, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നത് പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. സ്മൃതി, ബാക്കി യാത്രക്കാരുടെ അവസ്ഥ എങ്ങനെയാണ്? 11 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടല്ലോ. സ്മൃതി, ഈ അപകടം നടന്ന മാടവന സിഗ്നലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലക്ഷോർ ആശുപത്രി. ഈ പരിക്കേറ്റവരൊക്കെ തന്നെ ഉടൻ തന്നെ എത്തിച്ചത് ലക്ഷോർ ആശുപത്രിയിലേക്കാണ്. ഈ 12 പേരെയാണ് എത്തിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനായ ജിജോ സെബാസ്റ്റ്യൻ അടക്കം 12 പേരെ ഈ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജിജോയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ബാക്കി 11 പേരാണ് ഇപ്പോൾ അകത്ത് ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവരുടെ ആരുടെയും തന്നെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ 6 പേർ സ്ത്രീകളാണ്. ഇതിൽ 60 വയസ്സിന് മുകളിലുള്ള ആളുകളുണ്ട്, 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുണ്ട്, 15 വയസ്സ് പ്രായമുള്ള ആളുകളുണ്ട്. എന്തായാലും പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇവരൊക്കെ തന്നെ ഈ ബസ്സിൽ സഞ്ചരിച്ചവരാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇവരൊക്കെ തന്നെ ഇപ്പോൾ നിലവിൽ കൊച്ചിയിലെ ലക്ഷോർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ജിജോ സെബാസ്റ്റ്യൻ്റെ മൃതദേഹവും ലക്ഷോർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ജിജോയുടെ അടുത്ത ബന്ധുക്കളടക്കം ഇപ്പോൾ അല്പസമയം മുമ്പ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ജിജോ സെബാസ്റ്റ്യൻ കൊച്ചിയിലെ ഒരു സ്വകാര്യ വസ്ത്രാലയത്തിൽ ജീവനക്കാരനാണ്. അവിടെ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുകയാണ്. അദ്ദേഹം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തൻ്റെ വീട്ടിൽ നിന്ന് തുറവൂരിലുള്ള ബന്ധുവീട്ടിലേക്ക് പോവുകയായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് ഭാര്യയും കുഞ്ഞുമടക്കം തുറവൂരിലെ വീട്ടിലേക്ക് മറ്റൊരാവശ്യത്തിന് വേണ്ടി എത്തിയിരുന്നു. അവരെ കാണാൻ വേണ്ടിയാണ് ഇന്ന് രാവിലെ 9 മണിയോടെ ജിജോ സെബാസ്റ്റ്യൻ കളമശ്ശേരിക്ക് സമീപമുള്ള വാടക വീട്ടിൽ നിന്ന് ബൈക്കിൽ ഇറങ്ങിയത്. അദ്ദേഹത്തിനാണ് സംഭവമാണ്. സിഗ്നൽ കാത്തുകിടക്കുമ്പോഴാണ് ബൈക്കിന് മുകളിലേക്ക് ബസ് മറിഞ്ഞത്.